അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലേ എന്ന് പലരും മുറവിളി കൂട്ടുന്നതിനിടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സുപ്രധാനപ്പെട്ട ഒരു കരാറ് സംഭവിച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏകദേശം $1.2 ബില്യൺ മുടക്കി 300ഓളം മിസൈലുകൾ വാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. R-37M എന്ന് പറയുന്ന റഷ്യൻ മിസൈലുകളാണ് ഇന്ത്യ വാങ്ങാനായിട്ട് പോകുന്നത്. ഇത് ധാരണയായി എന്നും അതല്ല മിസൈൽ സപ്ലൈ ആരംഭിച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തത കുറവുണ്ട്. എന്തായാലും ഈ ഒരു കരാർ ഏറെക്കുറെ 100% നമുക്ക് ശരിയാണെന്ന് കരുതുക. 2026 ഏപ്രിലിലെ കണക്കനുസരിച്ചാണ് ഏകദേശം 10,000 കോടി രൂപ വില വരുന്ന ഏതാണ്ട് 300ഓളം മിസൈലുകൾ R-37 മിസൈലുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് പല ആയുധങ്ങളും വാങ്ങുന്നുണ്ട്, S-400 വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു പർച്ചേസിന് ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യ ഈ ഒരു പർച്ചേസ് നടത്തിയത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു വാർത്ത ഇന്ത്യയെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു എന്നാണ് ഏഷ്യയിലെ പല മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്ന് മാത്രമല്ല, എക്സ്പേർട്സ് അതിനെ ശരിവയ്ക്കുന്നുണ്ട്. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന പറക്കും റഡാറുകളാണല്ലോ അവാക്സ് എന്നറിയപ്പെടുന്നത്. ഈ അവാക്സുകളുടെ കില്ലർ എന്നാണ് റഷ്യയുടെ ഈ മിസൈൽ പ്രധാനമായി അറിയപ്പെടുന്നത്. ഏതാണ്ട് 350 മുതൽ 400 കിലോമീറ്റർ ദൂരത്ത് നിന്ന് തന്നെ ഈ അവാക്സ് മിസൈലുകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന മിസൈലാണ് ഈ R-37M എന്ന് പറയുന്ന മിസൈൽ. ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമ പ്രതിരോധ ശൃംഖലയുടെ നട്ടെല്ലായിട്ടുള്ള ഇത്തരം റഡാർ വിമാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ അത്യാധുനിക മിസൈലുകൾ വാങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ തടയുക എന്നത് ശത്രുക്കൾക്ക് അസാധ്യമായ കാര്യമാണ്. 2025 ഓപ്പറേഷൻ സിന്ദൂർ സംഘർഷങ്ങൾക്ക് ശേഷം ദീർഘദൂര മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പരിമിതികൾ ഇന്ത്യ തിരിച്ചറിഞ്ഞ കാര്യമാണ്. കാരണം ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റുകൾ, അതായത് അസ്ത്രയുടെ MK2, MK3 വേരിയന്റുകൾ ആവശ്യമുള്ള എണ്ണത്തിന് പ്രൊഡക്ഷൻ നടത്തി നമ്മുടെ സൈന്യത്തിന് ഉപയോഗിക്കാൻ സജ്ജമാകാൻ കുറച്ച് സമയം വേണം. നേരത്തെ അസ്ത്ര MK1 വേരിയന്റ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ദൂരപരിധി ഉള്ളവയാണ് MK2, MK3 പോലെയുള്ളവ. ഇത് പൂർണ്ണമായി സജ്ജമാകുന്നതുവരെ നമുക്ക് തീർച്ചയായിട്ടും മികച്ച മിസൈലുകൾ ആവശ്യമാണ്. അതിന് ഏറ്റവും മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ് R-37M എന്ന റഷ്യൻ മിസൈൽ. ഇത് വളരെ മികച്ചൊരു മിസൈലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ തൽക്കാലം ചൈനയ്ക്കോ പാകിസ്ഥാനോ ഒരു രാജ്യത്തിനും കഴിയുകയുമില്ല. 2025 ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ സൈന്യം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അടുത്ത തവണ നമ്മുടെ സ്ട്രാറ്റജി ഇതായിരിക്കില്ല. എന്ന് വെച്ചാൽ ഇതേ തന്ത്രങ്ങളല്ല ഇനി അടുത്ത് ഇന്ത്യ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭാവിയിൽ ഇതേപോലെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു സംഘർഷമോ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള ഇന്ത്യയുടെ ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ മിസൈലുകൾ വാങ്ങാനായിട്ട് എടുത്ത തീരുമാനവും. ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച മിസൈലുകളാണ് R-37M. നമ്മുടെ അസ്ത്ര മിസൈലുകളുടെ ലേറ്റസ്റ്റ് വേരിയന്റ് പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുവരെ ഇത് നമ്മുടെ സുഖോയ് 30 MKI വിമാനങ്ങളിൽ ഘടിപ്പിച്ചുകൊണ്ട് ചൈനയുടെ PL-15 മിസൈലുകളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചുരുക്കത്തിൽ ചൈനയുടെ അതിർത്തിയിലുള്ള വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളെയും കമാൻഡ് സെന്ററുകളെയും യുദ്ധസമയത്ത് നിഷ്ക്രിയമാക്കാൻ ഈ റഷ്യൻ മിസൈലിന് ശേഷിയുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലുകളായിട്ടുള്ള അസ്ത്ര MK2, MK3 എന്നിവ സജ്ജമാകുന്നത് വരെയുള്ള കരുത്തുറ്റ കാവലായിരിക്കും ഈ മിസൈലുകൾ. അതുകൊണ്ടാണ് ഈ മിസൈല് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനെ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഭയപ്പെടുന്നത്. ആക്സ് ഹെഡ് എന്നറിയപ്പെടുന്ന R-37 വെറുമൊരു വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ അല്ല, മറിച്ച് ആധുനിക വ്യോമയുദ്ധങ്ങളെ നിയന്ത്രിക്കുന്ന അവാക്സ് റഡാർ സംവിധാനങ്ങളെ, അതുപോലെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളെ, വ്യോമയാന കമാൻഡ് സെന്ററുകളെയൊക്കെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലാണ്. ശത്രുക്കളുടെ മിസൈൽ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളെ 350 കിലോമീറ്ററിലധികം അകലെ നിന്ന് തകർക്കാൻ ഇതിന് സാധിക്കും. ഈ ഒരു ആക്സെഡ് എന്ന് പറയുന്ന മിസൈല് ഇത്തരത്തിലുള്ള മോഡേൺ സംവിധാനങ്ങളെ തകർക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ യുദ്ധവിമാനങ്ങൾക്കും അവരുടെ PL-15 മിസൈലുകൾക്കും ദിശയറിയാതെ പറക്കേണ്ടി വരും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ കരുത്തായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു മിസൈലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്.
അവിടെയാണ് ഇതിനെ ചൈന ഭയപ്പെടുന്നത്. ഹിമാലയൻ അതിർത്തികളിൽ ചൈന തങ്ങളുടെ J-20, J-16 യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് വ്യോമയാന കമാൻഡ് ശൃംഖല വിപുലീകരിച്ചു വരികയാണ്. R-37M മിസൈലുകൾ ഈ സംവിധാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്ത്യയുടെ ടാർഗറ്റ് അല്ലെങ്കിൽ പരിധിക്കുള്ളിൽ കൊണ്ടുവരികയാണ്. ഇത് ചൈനയുടെ സപ്പോർട്ട് വിമാനങ്ങളെ മുൻനിരയിൽ നിന്ന് ദൂരേക്ക് പിൻവലിയാൻ നിർബന്ധിതമാക്കുകയും ബീജിംഗിന്റെ ദീർഘദൂര ആക്രമണശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ഇന്ത്യ അടുത്ത സ്ട്രാറ്റജി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ മിസൈലുകൾ റഷ്യയിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്തു വാങ്ങുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.